ഉസ്മാനിക്ക ടെസ മനസ്സാരി 10 മിനിറ്റ് ലേറ്റ് ആയി പോയി, സോറിട്ടാ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ 2 മണിക്കൂർ പറയുന്നത്. അത് ഉസ്മാനിക്ക സ്ഥലത്തില്ല. പിന്നെ രാത്രിയിലെ കളിക്കുള്ള പ്ലെയറിനെ പിക്കണമായിരുന്നു. ഇല്ലല്ലോ ആയിട്ടൂടല്ല, കൗട്ടടിച്ച് ഓഫായി പോ. അപ്പൊ പിന്നെ എല്ലാത്തിനും കൂടെ ഐ എം സോറി. അല്ല ഞാൻ ഡ്രോപ്പ് ചെയ്യണ്ടേ? വാ, പടം വരച്ചിരുന്നാ മതിയാ. ഈ ബാഗ് ഞാൻ എടുക്കാട്ടാ. ഒരു ബാഗ് കൂടി ഉണ്ടല്ലോ ഇങ്ങോട്ട് വേണ്ടേ? അല്ല കേക്ക് കഴിച്ചില്ല. വാ വണ്ടി കഴിക്കാം. നമ്മുടെ കടയിൽ പടം വണ്ടി കഴിക്കാം. നൈസ് റൈഡാണ്. ഞാൻ ഇവിടെ കയറിക്കോട്ടെ. അന്ത്രപ്പാ ആ കയ്യൊന്നും എടുത്തേ. അപ്പൊ ഇതാണ് സ്ഥലം. ഹെറിറ്റേജ് ആണ്, ഹെറിറ്റേജ്. സ്റ്റെപ്പ് കയറുന്ന ഇടത്തോട്ടിരാണ്, പിന്നെ സ്റ്റെപ്പ് കയറുന്ന വലത്തോട്ടിരാണ്. അപ്പൊ സ്റ്റെപ്പ് തീരും, അവിടെ റൂംമേറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇനി വരണ്ടല്ല. സായിപ്പ് ലേറ്റ് ആയി കഴിഞ്ഞാലേ നെഞ്ചത്ത് ചവിട്ടോടാൻ കളിക്കും. യു ക്യാൻ കോൾ മീ എനി ടൈം. വരട്ടെ അപ്പ. ഓക്കെ, താങ്ക്സ്. ശരി എന്നാ. लड़का का बस जल्दी बोलने का, उसको जल्दी आने के लिए, ठीक है? ഞാൻ അമ്മിണിക്കുട്ടിയെ അമ്മിണി ഇവിടെ നിക്ക. അമ്മിണിക്കുട്ടിയെ വാടി. ഇവിടത്തെ മൂപ്പരെ എന്റെ കൊച്ചുമകൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയത് അമ്മിണിയെ. മൂപ്പര് പോയ ദിവസം ഇവിടെ കൂട്ടാൻ വരാൻ പറ്റിയില്ല. ഞാൻ ആശുപത്രിയിലായിരുന്നേ, ഇന്നാ എത്തി. അമ്മിണിയെ നിന്നെ കാത്തൊരാള് കൂരയിലിരിപ്പുണ്ട്. നമുക്കൊരു പറമ്പിലും കൂടി ചാടി. ഉസ്മാനിക്ക, എനിക്ക് നിങ്ങളുടെ റൂം വേണ്ട. എന്തു പറ്റി ബഹൻ? കാര്യം പറയൂ. How can I stay here? Do you know what was happening here? ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവിടുന്ന് ഒരാൾ ആടിനെ അഴിച്ചോണ്ട് പോയി. അയ്യോ, അത്രേ ഉള്ളൂ. അത് നമ്മുടെ അമ്മിണിയല്ലേ. അവളെ കൊണ്ടുപോയത് നമ്മുടെ ആടബൂട്ടിക്കയാ. ആട്ടുംപാല് പോലത്തെ നല്ല നൈസ് മനസ്സാ. നിങ്ങൾ അയച്ചെന്ന ഫോട്ടോ ഈ റൂമും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അടച്ചുറപ്പുള്ള വാതിലില്ല, മുറിയൊന്നും മര്യാദക്ക് ക്ലീൻ ചെയ്തില്ല. ഒരാഴ്ച കഴിഞ്ഞ് റൂമൊക്കെ റെഡിയാക്കിയിട്ട് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് ചാടി കയറി വന്നിങ്ങനെ പറയുന്നതേ റോങ്ങാ. ബട്ട് വിത്തിൻ 24 hours എല്ലാം റെഡി ആയിരിക്കും. ഇനി ആടും പശു എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വരുമോ? ഇനി ആര് വരാനാ? ഇനി വരാനുള്ളത് മൂപ്പരാ. മൂപ്പര് പോയില്ലേ, ഇനി എപ്പോഴാ വരിക എന്ന് പടച്ചോന് മാത്രമേ അറിയാവൂ.